എടാ എന്തിനാ എനിക്ക് അതിന് ഒരേ കിടത്തം തന്നെയാ? കക്കൂസ് എണീറ്റിട്ട് വേണ്ട ചങ്ങായി കിടക്കാൻ. എന്തെന്നറിയാൻ എനിക്ക് ഓളും മക്കളൊന്നും ഇടിയില്ല. ഓള് ഇളയച്ചൻ മരിച്ചിട്ട് അവരെല്ലാം നാട്ടിൽ പോയിട്ടാ ഇല്ലേ. നീ അത് പറയും ചെയ്തിനല്ല. മിനിയാന്ന് രാത്രി ഞാൻ ആ പണിയും കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു 3 പൊറോട്ട ഒരു കോഴിക്കറിയും മേടിച്ചു. വെറുതെ വിളിച്ചത്? ആ ജംഗ്ഷൻ തിരിഞ്ഞാടില്ല പീടിയിൽ നിന്ന് രാത്രി കഴിച്ചിട്ട് കിടന്നതേ ഇല്ലു. 1 മണിക്കൂർ കഴിയുമ്പം ഒരു തരം പോക്കാം. ഈ ഹോട്ടലിലത്തെ ഭക്ഷണം വെച്ച് കഴിക്കുന്നത് നിന്നെ പറഞ്ഞാൽ മതി. എന്നാ ഞാൻ ഈ ഇളനീരൊന്ന് കൊത്തിട്ട്. എന്താ ഒട്ടും കുറവില്ലേ? കണ്ട ഹോട്ടലിൽ ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് സൂക്കാട് വരാടുക്കടോ. സുഖു നാട്ടിലെ ഹോട്ടലെല്ലാം മോശം എന്ന് പറയാൻ വേണ്ടി പറ്റുവാ? എന്നാൽ ഈ ഹോട്ടലിൽ പരിശോധിക്കാനൊരു സംവിധാനം കൂടി ഉണ്ടല്ലോ. എന്നിട്ടും എന്താ ഇങ്ങനെ പറ്റുന്നത്? പരിശോധനകൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൽ ചില പോരായ്മകൾ ഉണ്ടാവും. എന്നാലും അതൊന്ന് പരിഹരിക്കണ്ടേ? ഈ പരിശോധനയുടെ കാര്യം ഇന്നലെ ഏതോ പത്രത്തിൽ വായിച്ചിട്ടുണ്ടപ്പാ. അത് പിലിക്കോട് പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പദ്ധതി തുടങ്ങുന്നുണ്ട്. അതെന്താണ്? ആവൃത്തി നട്ടാൻ അതിന്റെ പേര്. ആവർത്തിച്ചുള്ള പരിശോധന ആഹാരവൃത്തിക്ക്. അതാണ് ആവൃത്തി. അതന്നെ ഹോട്ടലും കുൾബാറിലെല്ലാം ഒരു പുസ്തകം വെച്ചിട്ടുള്ള പരിശോധന. പുസ്തകം അത് സംഭവം. ഈ ശുചിത്വ സൂചകങ്ങൾ അടങ്ങിയ പുസ്തകം എല്ലാ കടകളിലും വെക്കും. അത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മാസത്തിൽ 2 തവണ പരിശോധിച്ച് അവിടുത്തെ ശുചിത്വ നിലവാരം വിലയിരുത്തും, മാർക്ക് ചെയ്യും. അത് വിലയിരുത്തിക്കൊണ്ട് വർഷാവസാനം പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുന്ന സ്ഥാപനത്തിന് പുരസ്കാരം നൽകും. അതാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നടക്കുന്ന കാര്യം നടക്കും, നടത്തണം. ഓലാട്ട് ആശുപത്രിയും പിലിക്കോട് പഞ്ചായത്തും അല്ലേ, അവരത് നടത്തും.